എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാവേ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഗോമതിയുടെ അടുത്ത് വന്ന് മിത്ര ഇരിക്കുകയാണ്. അപ്പച്ചി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക. അത് പിന്നെ നമ്മൾ അന്ന് അഗ്നിപൂജ നടത്തിയില്ലേ മോളെ, അത് ശുഭം ആയിട്ടല്ല അവസാനിച്ചത്. നമ്മുടെ കുടുംബത്തെ തേടി എന്തോ വലിയൊരു ആപത്ത് ഇനിയും വരാനിരിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പം ആ സ്വാമി പോയിട്ട് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം അപ്പച്ചിയോട് പറഞ്ഞത് ഒരു കുഴപ്പമില്ല, പൂജ നന്നായിട്ട് തന്നെ അവസാനിച്ചത്, നമ്മുടെ കുടുംബത്തിൽ വരാൻ പോകുന്ന ആപത്തൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് എന്ന്. എന്നിട്ട് വീണ്ടും ഇപ്പം എന്താ മാറ്റി പറയുന്നത്? എനിക്കറിയില്ല. അന്ന് എൻ്റെ സങ്കടം കണ്ടിട്ട് സ്വാമി പോയിട്ട് കള്ളം പറഞ്ഞതാ, അല്ലാതെ അന്ന് ശുഭമായിട്ടായിരുന്നില്ല അവസാനിച്ചതെന്ന്. ഇതിപ്പോൾ ആരാ അപ്പച്ചോട് ഇങ്ങനെ പറഞ്ഞത്? വേറെ ആര്? ആ സ്വാമിപ്പോര് തന്നെയാണ് പറഞ്ഞത്. അല്ല, അന്ന് അദ്ദേഹം പൂജ ഫലം കണ്ടു എന്നല്ലേ അപ്പച്ചോട് പറഞ്ഞത്? അതെ, അത് എൻ്റെ സങ്കടം കണ്ടിട്ടാ കള്ളം പറഞ്ഞത്. ഞാൻ വീണ്ടും സങ്കടപ്പെടേണ്ടെന്ന് കരുതി. അന്ന് ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നല്ലോ മോളെ. ഇന്നിപ്പം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് അബദ്ധവശ വീണു പോയതാ സത്യങ്ങൾ. അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. അല്ലെങ്കിലും ഈ സ്വാമിമാരെല്ലാം ഇങ്ങനെയാ. ആദ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൂജ നടത്തിക്കും. അതിനുശേഷം കുജൻ അവിടേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, രാഹു അവിടേക്ക് മാറി നിൽക്കുന്നു, എന്താണ് ഇതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൂജ ഫലം കണ്ടില്ലെന്ന് പറയും. ഇതൊക്കെ അവരുടെ ഓരോരോ നമ്പറുകളാണ് അപ്പച്ചിയെ പോലുള്ള സാധുക്കൾ അതിലൊക്കെ വീഴുകയും ചെയ്യും. ഇതൊക്കെ ഉണ്ടല്ലോ ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. എൻ്റെ പൊന്നപ്പച്ചി ഇതൊന്നും കേട്ട് പേടിക്കല്ലേ. ദേ, സ്വാമി പോറ്റി അങ്ങനെ ഒരു തട്ടിപ്പുകാരനൊന്നും അല്ല. നീ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാ, സ്വാത്തികനാ. നിനക്ക് സ്വാമി പോറ്റിയെ അറിയാത്തത് കൊണ്ടാ നീ എന്തൊക്കെയായി പറയുന്നത്. പോറ്റി പറയുന്നതൊക്കെ സത്യങ്ങളായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ? ഈ അഗ്നിപൂജ നടന്ന ദിവസം എൻ്റെ കാലിൽ ആണി തറച്ച് കയറിയില്ലേ? അല്ല, രക്തം കണ്ട വിജയമാണെന്ന് അന്ന് പറഞ്ഞല്ലോ എന്നപ്പം മിത്ര ചോദിക്കും. രക്തം കണ്ട വിജയമാണെന്ന് സ്വാമി പോറ്റിയാണോ അതിന് പറഞ്ഞത്? നമ്മളെല്ലാവരും കൂടി ആശ്വസിക്കാൻ വേണ്ടി സ്വയം കണ്ടെത്തിയ കാര്യമല്ലേ അത്. പിന്നെ എന്ന് മിത്ര പറയും. അന്ന് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, അതൊക്കെ മോള് മറന്നുപോയോ? ഞങ്ങൾ ഇവിടെ വന്ന് നിന്നോടെല്ലാം പറഞ്ഞതല്ലേ. പൂജ ശുഭകരമായിട്ട് അവസാനിച്ചതെങ്കിൽ കൃഷ്ണമംഗലത്തുകാരുമായിട്ട് വഴക്കുണ്ടാകുമായിരുന്നോ? അന്ന് തന്നെ വലിയ വഴക്കുണ്ടായില്ലേ? അതെ, അത് അലോകിൻ്റെ കയ്യിലിരിപ്പ് കാരണമാണ്, അല്ലാതെ വേറൊന്നും അല്ല എന്ന് മിത്ര പറയും. ആയിക്കോട്ടെ, പക്ഷേ സംഭവിച്ചതൊന്നും നല്ലതല്ലല്ലോ മോളെ. ഈ വഴക്കും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ആയിരുന്നില്ലേ ഞങ്ങൾ അവിടുന്ന് വന്നേ അന്ന് തന്നെ? ഇപ്പം എന്താ, നിനക്കൊന്നും പറയാനില്ലേ മിത്രേ എന്ന് ഗോമതി ചോദിക്കുകയാണ് കേട്ടോ. പൂജയ്ക്ക് ശേഷം കണ്ടതെല്ലാം ദുർനിമിത്തങ്ങളായിരുന്നു. പക്ഷേ അന്നൊന്നും ആരും അത് ശ്രദ്ധിച്ചില്ല. അല്ലപ്പച്ചി, സ്വാമി പോറ്റി പരിഹാരം എന്താ പറഞ്ഞത്? ഇനിയും പൂജ ചെയ്യണമെന്ന് തന്നെയാണോ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പരിഹാരം ഒന്നും പറഞ്ഞില്ല എന്ന് ഗോമതി പറയാം. എനിക്ക് നല്ല പേടിയുണ്ട് മോളെ, എന്തോ ആപത്ത് വരാനിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ അത്യാപത്തുകൾ സംഭവിക്കാൻ പോവുക. ഒരു പരിഹാരവും ഇല്ല. അതൊന്നും തടയാൻ ആരെക്കൊണ്ട് സാധിക്കത്തുമില്ല. എന്ത് ചെയ്യുക എന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. സ്വാമി പോറ്റി പരിഹാരക്രിയകൾക്ക് പറയാതിരുന്നതിൻ്റെ കാരണവും അത് തന്നെയാവും. അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനിപ്പിച്ചേണേ. എൻ്റെ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞ് ഗോമതി ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ നോക്കി പ്രാർത്ഥിക്കുക. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഈ കുടുംബത്തിലെ ഒരാൾക്കും ഒരാപത്തും സംഭവിക്കരുതേ, ഈ കൈവിടരുതേ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയും ഇങ്ങനെ ആലോചിക്കുക അപ്പച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ. സമയം നമ്മുടെ അലോകും അനുശ്രീയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ പറയാം. അനുശ്രീ ഒരുപാട് സന്തോഷത്തിലാണ്. ഇപ്പം സുകന്യ ഇതൊക്കെ മറിഞ്ഞു നിന്നിങ്ങനെ നോക്കുക, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അവർക്ക് കാവൽ നിൽക്കുകയാണ് സുകന്യ. അപ്പം പെട്ടെന്ന് അനുശ്രീയെ പറ്റി സുകന്യ ഇങ്ങനെ ചിന്തിക്കുക, ഇവള് എന്തൊരു പാവമാ. ശരിക്കും പറഞ്ഞ ഒരു പൊട്ടിയാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം ഇവള് വിശ്വസിച്ചല്ലോ. സ്വന്തം അച്ഛനെയും അമ്മയും എല്ലാവരും എത്ര പെട്ടെന്ന് അവൾ മനസ്സിൽ തള്ളിക്കളഞ്ഞിട്ട് അലോക് മതി എന്ന് തിരഞ്ഞെടുത്തത്. പെൺകുട്ടികളൊക്കെ ഇത്രയ്ക്കിത്രയേ ഉള്ളൂ, ഇതുങ്ങൾക്കൊന്നും ഒരു ബോധവും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണേ. പെട്ടെന്നാണ് നമ്മുടെ മീനാക്ഷി അതുവഴി വരുന്നത്. അപ്പോൾ സുകന്യ അത് കാണും. അയ്യോ, അത് മീനാക്ഷിയല്ലേ വരുന്നത്. ഈശ്വര, ഇപ്പം അവള് അലോകിനെയും അനുശ്രയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ, എന്നെയും ഈ അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ കാര്യം കട്ടപ്പോകയാ. ദൈവമേ, ഇവരോടൊന്നും മറിഞ്ഞു നിൽക്കാൻ പറയണമല്ലോ എന്നും പറഞ്ഞ് അനുശ്രീയുടെ അടുത്തേക്ക് ഓടി ചെല്ലുക. ദേ വന്നേ എന്ന് പറയാ. എന്താ ചേച്ചി, എന്തിനാ ഇവളുടെ കയ്യെ പിടിച്ച് വലിക്കുന്നത് എന്ന് അലോക് ചോദിക്കും. ദേ, ആ മീനാക്ഷി വരുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മറിഞ്ഞു നിന്നേ, അവൾ
അവളെ ഞാൻ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്ത് സംസാരിച്ച് നിർത്തിക്കോളാം. ദേ അനുശ്രീ നീ എങ്ങോട്ടേലും ഒന്ന് പൊയ്ക്കേ, എവിടെയും രണ്ടുപേരും രണ്ട് സ്ഥലത്തെ ഒളിച്ച് നിൽക്കാവുള്ളൂ കേട്ടോ എന്ന് പറയാം. അയ്യോ എനിക്ക് പേടിയാവുന്നു സുകന്യ ചേച്ചി, എടത്തിങ്ങാനും എന്നെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പേടിയാവും. ദേ അനുശ്രീ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ പേടിക്കാതെ, നിന്റെ ഈ പേടി ആദ്യം മാറ്റേണ്ടത്. അവളെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിർത്തിക്കോളാം, ആ സമയം കൊണ്ട് നീ ഒളിച്ചു നിൽക്കണം. അവൾ ഒരിക്കലും നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പാടില്ല, രണ്ടുപേരും രണ്ടിടത്തെ ഒളിച്ച് നിൽക്കാവുള്ളേ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്നാൽ ഞാൻ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് സുകന്യ അവിടേക്ക് പോകാൻ തുടങ്ങാം. അതേസമയം നമ്മുടെ മീനാക്ഷി അനുശ്രീ ഓടിപ്പോകുന്നത് കാണും കേട്ടോ. അത് അനുവല്ലേ ആ പോകുന്നത്, ഇവളെന്തിനാ ഈ ഓടുന്നേ? അപ്പം മീനാക്ഷിക്കൊന്ന് ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതെ സുകന്യ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുക. അല്ല മീനാക്ഷി വരുന്ന വഴിയാണോ? ചേച്ചി എന്താ ഇവിടെ? ഞാനേ ഒരു ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാ. ഓ ഷോപ്പിങ്ങിനോ? അപ്പം വീണ്ടും മീനു എത്തി നോക്കുവാണേ അനുശ്രീയെ. അല്ല മീനാക്ഷി എന്താ നോക്കുന്നത്? അവിടെ എങ്ങും ആരും കാണാനില്ലല്ലോ എന്ന് ചോദിക്കുക. ഞാൻ നോക്കിയിട്ട് അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. അത് അനുവിനെ പോലെ ഒരാളെ ഞാൻ കണ്ടു. അനുശ്രീയോ? ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ എന്ന് സുകന്യ പറയും. ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പം അനുവിനും എന്തൊക്കെയോ മേടിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നു. എന്നിട്ട് അനു എവിടെ എന്ന് സുകന്യയോട് മീനു ചോദിക്കുവേ. അനുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ, ആ കുട്ടി സ്കൂട്ടറിൽ വന്ന് അനുവിനെ കൂട്ടിക്കൊണ്ട് പോയി എന്ന് സുകന്യ പറയും. ഫ്രണ്ടിൻ്റെ പേരെന്താ സുകന്യ ചേച്ചി? നീന, അങ്ങനെ എന്തോ അവളെന്നോട് പറഞ്ഞത്. നീനയോ? അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം അനു എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മീനാക്ഷി പറയും. എന്നിട്ട് മീനു അങ്ങ് നടക്കുവാണ് കേട്ടോ. അപ്പം അനുവിനെ നോക്കുക. ഈശ്വര, ഏടത്തി എന്നെ കണ്ടു കഴിഞ്ഞാൽ ദൈവമേ ചേച്ചി എന്നെ കാണല്ലേ എന്നും പറഞ്ഞ് അനുശ്രീ ടെൻഷൻ അടിച്ച് നിൽക്കുക. എന്നിട്ടൊരു വണ്ടിയുടെ മറവിലാണ് അനുശ്രീ ഒളിച്ച് നിൽക്കുന്നത് കേട്ടോ. അവിടെയെല്ലാം നമ്മുടെ മീനാക്ഷി നോക്കും. അപ്പോൾ സുകന്യ പറയും, ഇല്ലെന്നേ അവൾ ഇവിടുന്ന് പോയതാ എൻ്റെ മീനാക്ഷി, പിന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിക്കുക. മീനു അവിടെ നിൽക്ക്, നീ ഇതെങ്ങോട്ടായി പോകുന്നത്? അതേ ഇവിടെ ഈ നീലാംബരി ചെടി ധാരാളം ഉണ്ട്. എന്തിനാ നീലാംബരി ചെടി? ദേവിയടത്തേക്ക് കുളിക്കുമ്പോഴേ നീലാംബരി ഇലയിട്ട് കുളിക്കുന്നത് നല്ലതാണെന്ന് വൈദ്യര് പറഞ്ഞു അത്രേ, അതുകൊണ്ട് അത് നോക്കാനായിട്ടാണ് ഞാൻ ഈ വഴിക്ക് വന്നത് എന്ന് മീനു പറയും. നീലാംബരി ചെടിയോ? ഇവൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് സുകന്യ ആലോചിക്കുവേ. അതേസമയം നമ്മുടെ മീനാക്ഷി സുകന്യ കാണാതെ അനുശ്രീനെ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. ഇതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ് നമ്മുടെ സുകന്യ ബോധിപ്പിക്കാനായിട്ട്. അതേസമയം നമ്മുടെ മീനാക്ഷി മനസ്സിൽ പറയാം, ഞാൻ കണ്ടത് അനുശ്രീയെ തന്നെ അല്ലേ? അതെ, അത് അവളെ തന്നെ ആണല്ലോ. ഇനി അവളെ പോലെ ഇരിക്കുന്ന ആരെങ്കിലും ആവോ? എനിക്ക് തെറ്റുപറ്റിയതാകുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ എല്ലാം നോക്കുവാണേ. അപ്പം സുകന്യ മനസ്സിൽ പറയും, നീ ഇതാരെ ഈ പറ്റിക്കുന്നേ? ഈ സുകന്യേനോ? നീ നോക്കുന്നത് അനുശ്രീയെ തന്നെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് അവൾ എന്നെ പറ്റിക്കാനായിട്ടൊരു കള്ളക്കഥ പറഞ്ഞിരിക്കുന്നു. നീലാംബരി ചെടി, ഞാൻ ആരാണെന്ന് ഇവക്കൊന്നും ശരിക്കും അറിയത്തില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. മീനാക്ഷി അവിടെ എല്ലാം നോക്കുക. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഇനിയിപ്പം അനുശ്രീ ആയിരിക്കത്തില്ല എന്ന് പറയാം. അപ്പം സുകന്യ ഇങ്ങനെ പതർച്ചയോട് കൂടി ആലോചിച്ച് നിൽക്കുന്നത് നമ്മുടെ മീനാക്ഷിയുടെ ശ്രദ്ധയപ്പെടുക. എന്താ ചേച്ചി ഒരു പതർച്ച പോലെ മുഖത്ത്? ഒന്നുമില്ല. ഞാൻ മീനാക്ഷി ടെൻഷൻ അടിച്ചില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ഞാനെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ചേച്ചി എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ പറയുക എന്ന് അപ്പോൾ സുകന്യയോട് പറയൂ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അനുശ്രീ പേടിച്ച് വരയ്ക്കുകയാണ്. ദൈവമേ, എന്താ മീനു ചേച്ചിയോട് ഈ സുകന്യ ചേച്ചി പറയാൻ പോകുന്നത്? ഇനി സത്യങ്ങളെല്ലാം പറയാൻ പോവാണോ വിളിച്ച്? ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്നെ ഒറ്റിക്കൊടുക്കുമോ എൻ്റെ ഈശ്വര എന്നൊക്കെ അനുശ്രീ പറയുക. ചേച്ചി എന്താന്ന് വെച്ചാൽ കാര്യം പറ എന്ന് സുകന്യയോടൊപ്പം മീനു പറയും. എന്താ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. അപ്പം അലോകും മനസ്സിൽ പറയും, ഇവരിപ്പോൾ സകലതും എഴുന്നള്ളിച്ച് കോളവാക്കുമെന്നാണ് തോന്നുന്നത്. ഇവരെയൊക്കെ വിശ്വസിക്കാൻ പോയ നേരത്ത് വേറെ ആരെങ്കിലും വിശ്വസിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അലോകവും പറയും. ഞാൻ പറയുന്നത് കേട്ടെ മീനു, പേടിക്കരുത്. ഇല്ലെന്നേ ചേച്ചി, എന്താന്ന് വെച്ചാൽ പറ, കാര്യം പറ ചേച്ചി. കാര്യം പറയാതെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് വിചാരിക്കാനാ? അതെ, നിന്റെ തൊട്ടു പിറകിലെ ഒരു പാമ്പുണ്ട്. അയ്യോ പാമ്പോ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ പാമ്പിനെ എന്ന് അപ്പോൾ പേടിച്ച് വരയ്ക്കുകയാണ് കേട്ടോ മീനാക്ഷി. എവിടെയാ പാമ്പ് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ പേടിക്കരുതെന്ന്. ആ പാമ്പങ്ങ് എഴഞ്ഞു പൊയ്ക്കോളും. നീ ഇങ്ങനെ കണ്ണടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല മീനു, പെട്ടെന്ന് ഇവിടുന്ന് പോകാം നമുക്ക് എന്ന് പറയൂട്ടോ. അപ്പം പാമ്പിനെ മീനാക്ഷിക്ക് നല്ല പേടിയാണ്. പേടിച്ച് വരച്ചാട്ടോ നിൽക്കുന്നത്. അപ്പം സുകന്യാണെങ്കിൽ പതിയെ കണ്ണ് കാണിക്കുകയാണ് അലോകിനോടും അനുശ്രീയോടും അവിടെ നിന്ന് പെട്ടെന്ന് മാറി നിൽക്കാനായിട്ട്. ആ ഗ്യാപ്പിൽ അനുശ്രീ വീട്ടിലേക്ക് ഓടിപ്പോവാനായിട്ട് തുടങ്ങുവാണേ. സുകന്യ പറയും, ദേ മീനു തിരിഞ്ഞു നിന്നോ, പാമ്പങ്ങ് എഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളത് മീനാക്ഷിയുടെ ഭാഗ്യവാ, അല്ലെങ്കിൽ ഇപ്പം തന്നെ പാമ്പ് കടിച്ചേനെ എന്ന് പറയും. എന്നിട്ട് ഞാൻ പാമ്പിനെ കണ്ടില്ലല്ലോ ചേച്ചി. മീനു എങ്ങനെ കാണാനാ? തിരിഞ്ഞു നിൽക്കുമല്ലേ. മീനു തിരിഞ്ഞപ്പോഴേക്കും പാമ്പ് എഴിഞ്ഞു പോവുകയും ചെയ്തു.
അല്ല ചേച്ചി നേരത്തെ ഒരു നീനുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഏത് നീനു? അനുവിൻ്റെ ഫ്രണ്ട്. ആ ആ ആ അനുവിൻ്റെ ഫ്രണ്ട് നീനു. ആ കുട്ടിക്ക് എന്താ? അല്ല അതിൻ്റെ വീട് എവിടെയാണെന്നാ അവൾ ചേച്ചിയോട് പറഞ്ഞത്? ഇവിടെ അടുത്തെവിടെയാണെന്നാ പറഞ്ഞത്. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം അവൾ നേരെ മാളിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും എന്നോട് മാളിലേക്ക് ചെല്ലാനായിട്ടാണ് പറഞ്ഞത്. ഞാനപ്പോൾ മാളിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് മീനാക്ഷിയെ കണ്ടത്. അപ്പം പിന്നെ മീനാക്ഷിയോടൊന്ന് സംസാരിച്ചേക്കാന്ന് കരുതി. അനു പറഞ്ഞ സമയം വെച്ച് നോക്കിയാൽ ഇപ്പം കേക്ക് കട്ടിങ് കഴിഞ്ഞ് കാണും. എന്നാൽ ശരി, ഞാനെന്നാൽ മാളിലേക്ക് ചെല്ലട്ടെ. മോളിൽ അനു എന്നെ വെയിറ്റ് ചെയ്യായിരിക്കും. ഞാനങ്ങ് ചെല്ലാം. മീനാക്ഷി വീട്ടിലേക്ക് പോയിക്കോ, നീലാമ്പരിയൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങ് എത്തിക്കോളാം. എന്താ പോരെ എന്ന് ചോദിക്കുക. എന്താ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് മീനാക്ഷിയോട് സുകന്യ വീണ്ടും ചോദിക്കുക. ഏയ് ഒന്നുമില്ല. എന്നാൽ ശരി, ഞാനങ്ങ് നടക്കട്ടെ. ആ മീനാക്ഷി പോവല്ലേ? സുകന്യ ചേച്ചി എന്താ മുകളിലേക്ക് പോകുന്നില്ലേ എന്ന് അപ്പം മീനാക്ഷി ചോദിക്കും. ഞാൻ ടാക്സിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ടാക്സി ഇപ്പോൾ വരും. മീനു പൊയ്ക്കോ എന്ന് പറയും. ശരി ശരി എന്നും പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോവുകയാണേ. ആ ഗ്യാപ്പിന് നമ്മുടെ സുകന്യാണെങ്കിൽ പോകാനായിട്ട് തുടങ്ങാം. അപ്പം മീനു ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഇവർ എന്തോ ഒളിപ്പിക്കുന്നില്ലേ എന്നാ. എന്തായാലും വേണ്ടില്ല, പോയേക്കാം. അനുശ്രീയുടെ കാര്യത്തിലൊന്ന് അന്വേഷണം നടത്തണോ എന്നൊക്കെ മീനുവിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അനുവിനെ അങ്ങ് പൂർണ്ണമായിട്ടും അവിശ്വസിക്കാനും നമ്മുടെ മീനാക്ഷിയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇതേസമയം മീനാക്ഷി കടന്നു പോയി കഴിഞ്ഞപ്പം ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് സുകന്യ നിൽക്കുകയാണ്. ഹോ, കഷ്ടിമുഷ്ടി രക്ഷപ്പെട്ടു. അവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ഇതിനെ പറ്റിക്കാൻ ഇച്ചിരി പാടാ. കാഞ്ഞ ബുദ്ധിയാ ഈ മീനാക്ഷിക്ക്. പക്ഷേ ഈ സുകന്യയുടെ അടുത്ത് മീനാക്ഷിയൊക്കെ വെറും പുല്ലാണ് എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അതേസമയം ദേവമംഗലത്ത് നമ്മുടെ ഗോമതി ആകെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരിക്കുക. എൻ്റെ ഈശ്വര, ഇനി എന്തൊക്കെ ആപത്തുകളായിരിക്കും ഈ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എനിക്കറിയത്തില്ല. ഇങ്ങനെ വേദനിച്ച് ജീവിക്കാനായിരിക്കും എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മീനാക്ഷി വീട്ടിലേക്ക് വരിക. അപ്പം മീനാക്ഷി വരുമ്പോൾ തന്നെ മിത്രയോട് ചോദിക്കും, അല്ല അനുശ്രീ എന്തേ? അവൾ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്നും പറഞ്ഞ് പുറത്ത് പോയേക്കുക. എന്താ മീനു ചേച്ചി, അനു തനിച്ചാണോ പോയത്? ഇല്ല, സുഗിനി ചേച്ചിയും കൂടെ ഉണ്ട് എന്ന് അപ്പം മിത്ര പറയൂ കേട്ടോ. ചേച്ചി എന്താ ആലോചിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്നുമില്ല എന്ന് പറഞ്ഞത് കള്ളവാ. എന്തോ ഉണ്ട്. മീനു ചേച്ചിക്ക് എന്തോ ഒരു ടെൻഷനുണ്ട്. ഏയ് നിനക്ക് വെറുതെ തോന്നുന്നതാ മിത്രേ. മീനു ചേച്ചിയുടെ ടെൻഷൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ എന്ന് മിത്രയപ്പം പറയുവേ. എൻ്റെ മിത്രേ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ചേച്ചിക്ക് നല്ല ടെൻഷനുണ്ട്. അതിൻ്റെ കാരണവും എനിക്കറിയാം. അപ്പച്ചി വിളിച്ചിരുന്നല്ലേ? അമ്മയോ? അമ്മ എന്തിനാ എന്നെ വിളിക്കുന്നത്? അപ്പച്ചി വിളിച്ചില്ലേ? ബസ്സിൽ കയറുമ്പോൾ സൂക്ഷിക്കണം, നടക്കുമ്പോൾ സൂക്ഷിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ ചേച്ചിയോട്? എടി പെണ്ണെ, നീ എന്തൊക്കെയായി പറയുന്നേ? വല്ലതും ഉണ്ട് വ്യക്തമായിട്ട് പറ. എൻ്റെ മീനു ചേച്ചി ഇവിടെ ഉണ്ടല്ലോ വമ്പൻ സീന. കാര്യം എന്താണെന്ന് പറമിത്രേ എന്ന് പറയുവേ. എൻ്റെ മീനു ചേച്ചി ഒന്നും പറയണ്ട, മുഴുവൻ പ്രശ്നങ്ങളാ. അപ്പച്ചി വന്നു, അപ്പച്ചിയോട് തന്നെ ചോദിച്ചോ എന്ന് അപ്പോഴത്തേക്കും നമ്മുടെ മിത്ര മീനാക്ഷിയോട് പറയും. എന്താ അമ്മേ കാര്യം? ഇവളെന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. മീനു, നമുക്ക് കഷ്ടകാലമോ മോളെ? കഷ്ടകാലോ? ആ കൈനോട്ടക്കാർ വീണ്ടും ഇവിടെ വന്നോ? അവരൊന്നും വന്നില്ല മീൻ ചേച്ചി. അപ്പച്ചി ഇന്ന് ദേവുമല ക്ഷേത്രത്തിൽ പോയിരുന്നല്ലോ. അതെ. അവിടുത്തെ സ്വാമി പോറ്റി അപ്പച്ചിയെ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ച് വിട്ടേക്കുക. സ്വാമി പോറ്റി പറഞ്ഞതൊക്കെ സത്യവാ. മിത്ര, നീ ഇങ്ങനെ ദൈവദോഷം പറയരുത് മോളെ. മീനു, ഈ കുടുംബത്തിൽ എന്തൊക്കെയോ അത്യാപത്തുകൾ സംഭവിക്കാൻ പോവുക. അപ്പോഴത്തേക്കും ഇത്തവണ മീനാക്ഷിയും വിശ്വസിക്കില്ല കേട്ടോ. അയ്യോ, അഗ്നിപൂജ കഴിഞ്ഞപ്പോഴേ ലക്ഷണങ്ങളൊക്കെ കൊള്ളില്ലാത്തയായിരുന്നു. എനിക്ക് ഒരു സമാധാനം ഇല്ല മോളെ. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് കരയുക. എൻ്റെ പൊന്നമ്മേ, നമ്മുടെ വിധി തീരുമാനിക്കുന്നത് ഏതെങ്കിലും സ്വാമി പോറ്റിയോ ദേവിമല ക്ഷേത്രമോ ഒന്നുമല്ല, ദൈവവാ. അമ്മ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ അപ്പുറവും ഞാൻ പറഞ്ഞു നോക്കി എൻ്റെ മീനു ചേച്ചി, ഒരു രക്ഷയില്ല. അപ്പച്ചി കൈവിട്ടു പോയി. എടി പെണ്ണെ, ഒന്ന് തന്നാലുണ്ടല്ലോ. നീ എന്തൊക്കെയായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? മീനു, സ്വാമി പോറ്റി നിസ്സാരക്കാരനൊന്നുമല്ല. നിനക്കത് അറിയാവുന്ന കാര്യമല്ലേ? അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഫലിക്കും, ഉറപ്പാ എന്ന് പറയാം. അമ്മേ, ഇവിടെ വന്നിരുന്നേ. വീട് എന്നെ സമാധാനിപ്പിക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ആർക്കും എൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നില്ല. അമ്മ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേ എന്നും പറഞ്ഞ് മിത്ര മീനാക്ഷിയും കൂടി അവിടെ കൊണ്ട് നമ്മുടെ ഗോമതിയെ ഇരുത്തുവാണേ. ഇനി എന്താന്ന് വെച്ചാൽ പറ. എനിക്ക് സമാധാനം കിട്ടുന്ന എന്താണേലും പറ. അമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നമുക്കിനി ഫുൾ കഷ്ടകാലമാണെന്ന് ലക്ഷണം നോക്കി സ്വാമി പോറ്റി പറഞ്ഞു. അമ്മ അത് വിശ്വസിച്ചു. അതല്ലേ അമ്മയുടെ പ്രശ്നം?
മീനു, സ്വാമി പോറ്റിയെ പോലെ ഉള്ള സിദ്ധന്മാർ പറയുന്നതേ ഒരിക്കലും പിഴയ്ക്കാറില്ല. അത് സംഭവിക്കും മോളെ. നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക. അമ്മ ഇത് എന്തൊക്കെയായി പറയുന്നത്? നമ്മുടെ വിധികൾ തീരുമാനിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നതൊക്കെ അനുഭവിക്കണമെന്ന് വിധിയുണ്ടെങ്കിൽ അത് ആരെക്കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കില്ല അമ്മേ. അത് ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുക വേണ്ടത് എന്ന് മീനാക്ഷി ഗോമതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണേ. എനിക്ക് 2018 ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. അന്നല്ലേ വെള്ളപ്പൊക്കം ഉണ്ടായത്? അത് ആരെങ്കിലും മറക്കാൻ പറ്റുമോ? അന്ന് ആ വർഷം മഴ കുറവായിരിക്കുമെന്ന് ഏതോ പ്രശസ്തനായ ജോത്സ്യൻ പ്രവചിച്ചിരുന്നു. അതോർമ്മയുണ്ടോ? ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാനും കേട്ടതാ. അപ്പം ഇത്ര ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്താ അമ്മയ്ക്ക് ഓർമ്മയില്ലേ? ആ ജോത്സ്യരെ ട്രോളിൻ്റെ പൂരമായിരുന്നു ആ വർഷം. നിങ്ങളിങ്ങനെയൊന്നും പറയരുത്. കലിയുഗത്തിൽ ഇങ്ങനെയാ. പ്രകൃതി ശോഭിക്കും. അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമോ? ന്യായീകരിച്ചങ്ങ് മെഴുകുവല്ലേ അമ്മ. ശരി, വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കൊറോണ കാലം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എത്ര നാളാണ് വീട്ടിൽ ഒറ്റപ്പെട്ടു പോയത്. ആ നശിച്ച കാലം ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? എത്ര പേരാ മരിച്ചത്? ഓരോ ദിവസവും പേടിച്ചല്ലേ നമ്മളൊക്കെ ജീവിച്ചത്. നമുക്ക് കൊറോണ പിടിക്കുമോ എന്നുള്ള പേടി. അക്കാലത്ത് ഏതെങ്കിലും മതത്തിലുള്ള സ്വാമിമാരോ സന്യാസിമാരോ പൂജയോ മന്ത്രമോ ഒക്കെ ചെയ്ത് ആ രോഗത്തെ മാറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. മെഡിക്കൽ ഫീൽഡ് തന്നെയല്ലേ അതിനുള്ള കോംവഴി കണ്ടുപിടിച്ചത്. ലോകത്തുള്ള ഒരു മതത്തിൻ്റെ സഹായം അന്ന് മനുഷ്യരക്ഷയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? അമ്മ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇല്ല, അന്ന് മനുഷ്യരെ രക്ഷിച്ചതേ മെഡിസിനാ. അതും നല്ല ഒന്നാന്തരം മരുന്നുകൾ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അത്? അമ്മ ദൈവത്തെ വിശ്വസിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു പോറ്റി പറയുന്നതും കേട്ട് ആ പൂജ ഈ പൂജ മറ്റേ പൂജ മറിച്ച പൂജ എന്നൊക്കെ പറഞ്ഞ് പൂജ ചെയ്യാൻ നടന്നാലേ അമ്മയ്ക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. ജീവിതകാലം മുഴുവൻ അമ്മ പൂജ ചെയ്തുകൊണ്ടേയിരിക്കും. അമ്മയ്ക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? നീ എന്ത് ചോദ്യം മീനു ഈ ചോദിക്കുന്നത്? എനിക്ക് ദൈവവിശ്വാസം ഉണ്ടോന്നോ? എനിക്ക് അതേ ഉള്ളൂ. ദൈവം ഉള്ളതുകൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ മോളെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ശരി, സമ്മതിച്ചു. അമ്മേ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അത് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ കുടുംബത്തിലൊരു ദോഷം ഇനിയും പറയരുത് ഇങ്ങനെ. ഓരോ മനുഷ്യനും ഓരോ വിധി ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ആ വിധി എന്താണോ അതുപോലെ നടക്കൂ. അതുപോലെ നടക്കുക തന്നെ ചെയ്യും. പരീക്ഷത്ത് മഹാരാജാവിൻ്റെ കഥ അമ്മയ്ക്ക് അറിയാലോ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പുള്ളി എന്തൊക്കെ ചെയ്തു കൂട്ടി. അവസാനം എന്തു പറ്റി? തക്ഷകൻ ചെറിയൊരു ഫലത്തിൽ ഒരു കുഞ്ഞു പുഴുവായിട്ട് വന്ന് അദ്ദേഹത്തിന് പണി കൊടുത്തില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെയൊക്കെ വിധി. നമ്മുടെ വിധിയെ മാറ്റാൻ നമുക്ക് സ്വയം പറ്റില്ലമ്മേ. അമ്മ ആദ്യം അതൊന്ന് തിരിച്ചറിയുക. അവനവൻ്റെ കർമ്മം എന്താണോ അതിൻ്റെ ഫലമാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. അവരത് അനുഭവിക്കുക തന്നെ വേണം. അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു മനുഷ്യരോടും നമ്മൾ യാതൊരു തെറ്റും ഇന്നേ വരെ ചെയ്തിട്ടില്ല. നമ്മളെ എന്തിനാ ദൈവം പിന്നെയും ശിക്ഷിക്കുന്നത്? അമ്മ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മ ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കുക. അമ്മയ്ക്ക് അപ്പം സമാധാനം കിട്ടും. അല്ലെങ്കിൽ സ്വാമി പറയുന്നതും കേട്ട് വെറുതെ ടെൻഷൻ അടിച്ച് അമ്മയുടെ ആരോഗ്യം തന്നെ നശിപ്പിക്കുക. എന്ത് വേണമെന്ന് അമ്മ തന്നെ തീരുമാനിക്കുക. ഞാൻ ഇനി ഒന്നും പറഞ്ഞു തരാനില്ല എന്ന് മീനാക്ഷി ഗോമതിയോട് പിണങ്ങി പറയൂട്ടോ. അപ്പോൾ ഗോമതി മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. വല്ല ഏറ്റിട്ടുണ്ട് എന്ന് മിത്ര ഗോമതിയോട് പറയുവാണ് കേട്ടോ. മിത്രയ്ക്കാണ് മീനാക്ഷിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ മീനാക്ഷിയുടെ ഭയങ്കര ബഹുമാനം തോന്നുവാണ്. അമ്മയ്ക്ക് ഇപ്പം ഇച്ചിരി മനസ്സമാധാനം കിട്ടിയില്ലേ എന്ന് മീനു വീണ്ടും ചോദിക്കുകയാണ്. അപ്പം മിത്ര പറയും, ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇങ്ങനൊന്നും ആയിരുന്നില്ല ആളിവിടെ. പിള്ളേരെ, നിങ്ങളുടെ അത്ര ധൈര്യമൊന്നും എനിക്കില്ല. എൻ്റെ ലോകം ഈ കുടുംബമാണ്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ സുകന്യ അനുശ്രീയുടെയും അലോകിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ചേച്ചി, മീനു ചേച്ചി എന്നെ കണ്ടോ? എനിക്ക് പേടിയാകുന്നു. വീട്ടിൽ ചെല്ലുമ്പം ചേച്ചി എന്നെ ചോദ്യം ചെയ്യില്ലേ? നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട. മീനാക്ഷി നിന്നെ കണ്ടു, പക്ഷെ നീയാണെന്ന് ഉറപ്പില്ല. നിൻ്റെ പുറകാ കണ്ടത് എന്ന് സുകന്യ പറയും. എങ്കിലും എനിക്ക് പേടിയാകുന്നു ചേച്ചി. അനുശ്രീ, നിൻ്റെ ഈ പേടി ആദ്യം എടുത്ത് മാറ്റേണ്ടത്. അലോകുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന നീ ഇപ്പോഴേ ഇങ്ങനെ പേടി മാറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നം നിനക്ക് ഭാവിയിൽ നേരിടേണ്ടി വരുമ്പോൾ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അവൾ നിന്നെ കണ്ടിട്ടൊന്നുമില്ല. അവൾക്ക് ചെറിയൊരു സംശയമുള്ളൂ, അത് നീയാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അതെനിക്ക് നേരത്തെ മനസ്സിലായതാ. അവിടെ ചെല്ലുമ്പം അവൾ നിന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്യുകയും ചെയ്യും. അപ്പം നീ അല്ല എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ച് നിന്നാൽ മതി. മീനാക്ഷി അത് വിശ്വസിച്ചോളും എന്ന് സുകന്യ പറയും. അത് കേൾക്കുമ്പോൾ അലോകും പറയും, ഉറപ്പായിട്ടും അവർ നിന്നെ ചോദ്യം ചെയ്യും അനുശ്രീ. അപ്പം നീ ബോൾഡായിട്ട് നിന്ന് സംസാരിക്കണം. അല്ലാതെ പേടിച്ച് വരച്ച് അവർക്കൊരു സംശയം ഉണ്ടാക്കി കൊടുക്കരുത്. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്, എങ്കിലും എനിക്ക് പേടിയാ. അപ്പോഴത്തേക്കും സുകന്യ പറയുന്നത്, അലോകെ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുവാണെങ്കിൽ അനുശ്രീ
നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇവക്ക് നിന്നെക്കാളും വലുത് അവളുടെ കുടുംബമാണ്. ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ പരിപാടിക്കൊന്നും ഇറങ്ങരുതെന്ന് നീ ഇവളോട് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് സുകന്യ പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ ഇല്ല ചേച്ചി, എനിക്ക് അലോകിനെ വേണം, ഞാൻ ഇനി ബോൾഡായിട്ട് നിന്ന് സംസാരിച്ചോളാം എന്ന് അനുശ്രീ പറയാൻ കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ കമൻറ്റുകളും എഴുതി അയക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.